സീറോ ടു ഹീറോ സ്ട്രാറ്റജി കുറെ അധികം ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഈ സീറോ ടു ഹീറോ സ്ട്രാറ്റജിയിൽ ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളത്. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 3:30 വരെ ഒരുമിച്ച് നമ്മൾ ട്രേഡ് മാച്ച് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ലൈവ് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ഏൺ ചെയ്യാം. അപ്പൊ ഈ സീറോ ടു ഹീറോ സ്ട്രാറ്റജി എന്താണെന്നും ഇത് എന്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നെന്നും ഇത് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. സോ വെൽക്കം ടു അനദർ ലെക്ചർ. ദിസ് ഈസ് മീ അരുൺ ഹിയർ, യുവർ കോച്ച്, യുവർ മെന്റർ, യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ്. സീറോ ടു ഹീറോ സ്ട്രാറ്റജി ഇതിനെ നമുക്കൊരു ലോട്ടറി എന്ന രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും. അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ ആ ലോട്ടറി വാങ്ങിച്ച പൈസ ഉണ്ടല്ലോ അത് മുഴുവൻ തന്നെ അങ്ങ് പോകുന്നതായിരിക്കും. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഇതിനകത്ത്. ഞാൻ പേഴ്സണലി സീറോ ടു ഹീറോ എടുക്കാറില്ല. ദെൻ വൈ ദിസ് വീഡിയോ എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ കുറെ അധികം ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഒരു ലൈവ് ട്രേഡിംഗ് സെഷൻ ഉണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും ബിഗസ്റ്റ് ലൈവ് ട്രേഡിംഗ് സെഷൻ നമ്മളാണ് കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 3:30 വരെ ഒരുമിച്ച് ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ ട്രേഡ് മാച്ച് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ലൈവ് പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ചോദിക്കാം. ആൻഡ് ഓൾസോ നിങ്ങളുടെ വ്യൂസ് നമ്മളുടെ വ്യൂസ് എന്താണ് ഈ ഇന്ന സ്റ്റോക്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ തീർച്ചയായിട്ടും ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സീറോ ടു ഹീറോയോട് തന്നെ പോകാവുന്നതാണ്. ഇത് എന്തുകൊണ്ട് ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്നു എന്നത് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ജസ്റ്റ് വളരെ മിനിമൽ ആയിട്ടുള്ള ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ഹ്യൂജ് റിട്ടേൺസ് കിട്ടാൻ പ്രോബിലിറ്റി, അതായത് 10 ഇരട്ടി 20 ഇരട്ടി 30 ഇരട്ടി ഇത്രയൊക്കെ കിട്ടാനായിട്ട് പ്രോബിലിറ്റി. ഒരു സൈക്കോളജിക്കൽ ലെവലിൽ പറയുകയാണെങ്കിൽ ഗ്രീഡ് തന്നെയാണ് ഇതിന്റെ പുറകെയുള്ള ഈ ഒരു ഓട്ടത്തിന് കാരണം. മെയിൻലി ആൾക്കാർ ഇതിനകത്ത് കുറെ അധികം പൈസ കൊണ്ട് കളയുന്നുണ്ട്. കാരണം ഇത് എവിടെ എൻട്രി ചെയ്യണം, ഈ ഒരു ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടും എന്നൊരു എക്സ്പെക്ടേഷനിൽ റാൻഡമായിട്ട് മാർക്കറ്റ് എൻട്രി ചെയ്യാണ്. ഒരു പ്രോപ്പർ എൻട്രി ഇല്ലാതെ, പ്രോപ്പർ ലൊക്കേഷൻ അറിയാതെ, പ്രോപ്പർ സ്ട്രൈക്ക് പ്രൈസ് അറിയാതെ റാൻഡമായിട്ട് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഹീറോ എന്നൊരു ബേസിസിന്റെ പേരിൽ. സോ ഞാൻ ഈ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന മെയിൻ റീസൺ തന്നെ എവിടെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും, ഏത് ടൈപ്പ് ഓഫ് മാർക്കറ്റിൽ നമുക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും ഈ സീറോ ടു ഹീറോ സ്ട്രാറ്റജി, അതിനോടൊപ്പം തന്നെ ഏത് സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. മെയിൻലി നമ്മുടെ ഈ ഒരു സീറോ ടു ഹീറോ സ്ട്രാറ്റജി നടക്കുന്നതിന്റെ കാരണം വെച്ചാൽ ഗാമ ബ്ലാസ്റ്റ് തന്നെയാണ്. അപ്പൊ എന്താണ് ഈ ഗാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ഗ്രീക്സിൽ നമുക്ക് മെയിൻലി ഒരു 5 ഓപ്ഷൻ ഗ്രീക്സ് ഉണ്ട്. അതായത് തീറ്റ, ഡെൽറ്റ, ഗാമ, റോ, വീഗ, ഇതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് തന്നെയുണ്ട്. നിങ്ങളൊരു ഓപ്ഷൻ ട്രേഡർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഓപ്ഷൻ ഗ്രീക്സിനെ പറ്റി നല്ലൊരു അറിവുണ്ടായിരിക്കണം. ഇതൊക്കെയാണ് നമുക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ ആകാനായിട്ടുള്ള മെയിൻ റീസൺ തന്നെ. ഗാമ ബ്ലാസ്റ്റ് ഇതിന്റെ ബേസിസിലാണ് വളരെ ചെറുതായിട്ടുള്ള ഈ പ്രീമിയംസ് ഉണ്ട്. 2 രൂപ 5 രൂപ 10 രൂപ ഈ പ്രീമിയം ഒക്കെ ഒറ്റയടിക്ക് സ്പൈക്ക് ചെയ്തിട്ട് നേരെ 100 200 300 ഒക്കെ ആകുന്നതും ഇതിന്റെ ബേസിലാണ് എല്ലാവർക്കും 30x 40x ഒക്കെ കിട്ടുക. എന്നാൽ ഇത് എപ്പോഴും സംഭവിക്കോ? ഇല്ല. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, ഇല്ലെങ്കിൽ വളരെ റെയറസ്റ്റ് ആയിട്ട് മാത്രമേ ഇത് നടക്കാറുള്ളൂ. മജോറിറ്റി ആൾക്കാർ ഇത് ലൂസ് ചെയ്യാറുണ്ട്. വേറൊരു റീസൺ ഉണ്ട്, എല്ലാവരും മങ്കി മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുന്നത് വളരെ പ്രശ്നമാണ്. ഈ എസ്പെഷ്യലി നമ്മളുടെ ഈ ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിൽ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണം. നിങ്ങളൊരു സീറോ ടു ഹീറോ സ്ട്രാറ്റജി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ആ സീറോ ടു ഹീറോ സ്ട്രാറ്റജി മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുക. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് മൈറ്റ് ബി ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇതിൽ അത്ര സ്റ്റിക്ക് ഓൺ ചെയ്യാത്തതുകൊണ്ട് ഇൻ ഡെപ്ത് എനിക്ക് അറിയുകയില്ല നിങ്ങൾ പറഞ്ഞ രീതിയിൽ അത് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. സോ നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമല്ലോ. ചൊവ്വാഴ്ച നമുക്ക് ഫിനിഫ്റ്റി എക്സ്പയറി ഉണ്ട്, മൺഡേ മിഡ് ക്യാപ്പ്, ദെൻ വെനസ്ഡേ ബാങ്ക്, തേഴ്സ്ഡേ നിഫ്റ്റി ആൻഡ് ഫ്രൈഡേ സെൻസെക്സ് പോകുന്നെങ്കിൽ നിങ്ങൾക്ക് പോകാം. വാട്ട് എവർ ഇറ്റ് ഈസ് റൈറ്റ്. ഇത്ര എല്ലാ ദിവസവും ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. മെയിൻലി നിങ്ങൾ യൂസ് ചെയ്യുക നിഫ്റ്റി ബാങ്ക് ഫിനിഫ്റ്റി. ഈ 3 ദിവസം നിങ്ങൾ സീറോ ടു ഹീറോ യൂസ് ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി ഈ ഇൻഡെക്സുകളിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഏത് ടൈപ്പ് ഓഫ് മാർക്കറ്റിൽ നമുക്കിത് യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മെയിൻലി നമുക്ക് 2 ടൈപ്പ് ഓഫ് മാർക്കറ്റ് ഉണ്ട്. നല്ലൊരു ട്രെൻഡി മാർക്കറ്റ് ഉണ്ട്, ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ഉണ്ട്. റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ബട്ട് അതേസമയം നല്ലൊരു ട്രെൻഡി മാർക്കറ്റിൽ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഗാമ ബ്ലാസ്റ്റ് ഉണ്ടാകാനായിട്ടുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ് റേഞ്ച് ബൗണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക്. ഈ ട്രെൻഡി മാർക്കറ്റിൽ തന്നെ 2 രീതിയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യാറുണ്ട്. ലെറ്റ്സ് സേ ഇപ്പം നല്ലൊരു ട്രെൻഡി മാർക്കറ്റ് ആണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് പുതിയൊരു ഹൈ ജനറേറ്റ് ചെയ്ത് നേരെ അങ്ങ് എത്തുക. അതായത് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ ഇന്നത്തെ ഹൈയിൽ അന്നത്തെ ഒരു ഓൾ ടൈം ഹൈയിലോട്ട് എത്തുക, വാട്ടർ ബീറ്റീസ് ഈ ഒരു രീതി പോകുക. ബട്ട് അതേ സമയം വേറെ ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റ് ഉണ്ട്. ഒരു ഹൈ ജനറേറ്റ് ചെയ്തു, നേരെ ലോയിലോട്ട് വന്നു, പിന്നീട് അത് നേരെ മുകളിലേക്ക് പോയി. ഓക്കെ, ഈ ഒരു രീതിയിലോട്ട് വരിക. ഈ ഒരു സ്ട്രാറ്റജിയിൽ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചറുള്ള ടൈമിലായിരിക്കും നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഹീറോ ടു സീറോ അല്ലെങ്കിൽ സീറോ ടു ഹീറോ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുക. ഇത് എപ്പോഴാണ് ഇതിന്റെ ടൈമും കാര്യം എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. മാർക്കറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു
മാർക്കറ്റ് ഓൾമോസ്റ്റ് ഈ ഒരു കയറ്റം കയറി രാവിലെ ഒരു 9 കാലമായപ്പോഴത്തേക്ക് ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇത് നേരെ ഈ ഒരു റേഞ്ചിലോട്ട് പോവുകയും ഓൾമോസ്റ്റ് ഒരു 12:30-1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഈ ഒരു മാർക്കറ്റ് ഹൈ ജനറേറ്റ് ചെയ്തിട്ട് ഇത് താഴത്തേക്ക് പയ്യെ ഇങ്ങനെ വന്നു. എന്നിട്ട് ഈ ഒരു റേഞ്ചിൽ ഒരു 2 മണി ഇല്ലെങ്കിൽ 2:15 ആയപ്പോഴത്തേക്ക് 2 മണി 2:15 ആകുന്ന ടൈമിൽ മാർക്കറ്റ് ഇവിടെ എത്തിയിട്ട് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സപ്പോർട്ട് എടുക്കുകയും ഇവിടുന്ന് നല്ലൊരു ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ, ഓക്കെ ഈ ഒരു റേഞ്ചിൽ വരേണ്ടത് ഒരു ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ്. ഫൈൻ, ഒരു ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ നമുക്ക് ഇവിടെ ഫോം ആവുകയാണെങ്കിൽ ഇവിടുന്ന് നല്ലൊരു റാലി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ റാലി ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 2:15 തൊട്ടൊരു 3:15 വരെ ഇത് സ്മൂത്തായിട്ട് ക്യാച്ച് ചെയ്യാൻ പ്രോബിലിറ്റി ഉണ്ട്. ഇവിടെ നിൽക്കുന്നില്ല 2-ൽ നിൽക്കുന്ന പ്രീമിയം ഇല്ല 10-ൽ നിൽക്കുന്ന പ്രീമിയം നേരെ ജമ്പ് ചെയ്ത് 100 ഇല്ലെങ്കിൽ 200 വരെ പോകാനായിട്ടുള്ള ചാൻസസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ബേസിക്കലി 0 to ഹീറോ എന്ന രീതി ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒരു 2:15 മുതൽ 3:15 വരെ ടൈമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ട സ്ട്രൈക്ക് പ്രൈസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി OTT നമ്മൾ എടുക്കുക. ഡീപ്പ് OTT പോകാനായിട്ട് ഞാൻ പറയുകയില്ല, ക്ലോസ് OTT തന്നെ ഒരു 2:15 2:30 ഒക്കെ ആവുന്ന ടൈമിൽ ഒരു ക്ലോസ് OTT എടുക്കുന്ന പ്രീമിയം കൂടെ നിങ്ങൾ സെർച്ച് ലൈക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നിഫ്റ്റി ആണെങ്കിലും നിഫ്റ്റി ബാങ്ക് ആണെങ്കിലും ഫിൻ ആണെങ്കിലും ഒരു 10-ന് താഴെയുള്ള പ്രീമിയം, അതല്ലാന്നുണ്ടെങ്കിൽ 20 അങ്ങേറ്റം ഇതിന് താഴെയുള്ള പ്രീമിയം ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളത്. ദെൻ അബൌട്ട് എക്സ്പയറീസ് എന്ന് പറയുമ്പോൾ നമുക്കിത് വീക്ക്ലി എക്സ്പയറി ഉണ്ടല്ലോ, ബട്ട് എന്നാൽ മന്ത്ലി എക്സ്പയറിയിൽ ഇച്ചിരി ബെറ്റർ ആയിട്ട് ഇത് വർക്ക്ഔട്ട് ആവുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാണെങ്കിലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യുക. എക്സ്പയറി സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് മന്ത്ലി, അതായത് മന്ത് എൻഡിലെ എക്സ്പയറിയിൽ 0 to ഹീറോ ഒന്നുകൂടെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് റിസൾട്ട് കിട്ടാറുണ്ട്. നമുക്ക് നോക്കാം എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്, റിസ്കിനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം. അതായത് 2% റിസ്ക് 1% റിസ്ക് എന്ന് വെക്കുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് തന്നെ എടുക്കണം. മജോറിറ്റി ആൾക്കാരും ഓക്കെ ഫൈൻ 20,000 രൂപ ഉണ്ട് കയ്യിൽ, 20,000 രൂപ ഇതിന് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 10x ആയി കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ, എന്നിട്ട് ഞാൻ പിന്നെ മുതൽ ഇല്ലെങ്കിൽ എന്നിട്ട് ഞാൻ ഇനി മുതൽ റിസ്കിനെ മാനേജ് ചെയ്തോളാം, ഇത്തോളം മാത്രം ദൈവം എന്നെ രക്ഷിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് പലരും. ഞാനും ഇത് പണ്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് മനസ്സിലായി ട്രേഡിംഗ് എന്ന് പറയുന്നത് സ്ട്രാറ്റജി മാത്രമല്ല, ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ്. നമ്മൾ എത്ര സ്ട്രോങ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് മാർക്കറ്റിനെ ഫേസ് ചെയ്യുന്നോ അത്രയും ബെറ്റർ ആയിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുന്നതാണ്. സോ 0 to ഹീറോ ഇത്രയും മാത്രമാണ്. ഇതൊരു ഗാമ ബളാസ് കാരണമാണ് നമുക്ക് ഇത്രയും ഒരു പ്രൈസ് റേഞ്ച്, അതായത് പ്രീമിയത്തിന്റെ ചേഞ്ച് വരുന്നത്. അതിനോടൊപ്പം തന്നെ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 2 മണി കഴിഞ്ഞിട്ട് മാത്രമായിരിക്കണം ഇത് എടുക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റിയിൽ മാത്രം ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക. മന്ത് എക്സ്പയറി ആണെങ്കിൽ സൂപ്പർബ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അതിനോടൊപ്പം തന്നെ നല്ലൊരു ട്രെൻഡി മാർക്കറ്റിൽ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഒരു ഹൈ ജനറേറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് ഫോം ആവുന്ന ടൈമിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇതൊരു ബുള്ളി സൈഡിലോട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ബേറി സൈഡിലാണെങ്കിലോ നല്ലൊരു ലോ ജനറേറ്റ് ചെയ്ത് ഒരു ലോവർ ഹൈ ജനറേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഒരു ബേറിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ നമുക്ക് ഇവിടെ ഫോം ആവുകയും ഈ റേഞ്ച് അപ്പോൾ ഓൾമോസ്റ്റ് എത്ര ആയിരിക്കണം, ഇത് 2 മണി തൊട്ട് 2:15 ടൈമിലായിരിക്കണം ഇത് ഫോം ആവുന്നത്. ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് സ്ട്രൈക്ക് പ്രൈസ് ഈ ഗെയിമിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. സോ നിങ്ങൾ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. എപ്പോഴും 0 to ഹീറോ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ റിസ്കിനെ മാനേജ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഫുൾ വാഷ് ഔട്ട് ആയി പോകും. കാരണം നിങ്ങൾ 20 രൂപ എന്ന പ്രീമിയത്തിൽ ഫുൾ ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ ചെയ്ത് വാങ്ങിച്ചു എന്ന് വെച്ചോ 0 പോയി നിൽക്കും, റൈറ്റ്. അതിനോടൊപ്പം തന്നെ എക്സിറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു 3:15 നിങ്ങൾ സ്ക്വയർ ഓഫ് ചെയ്യാനായിട്ട് മറക്കരുത്. ഡെഫിനറ്റ്ലി നിങ്ങൾ അത് സ്ക്വയർ ഓഫ് ചെയ്തേക്കണം ഒരു 3:15 ആകുമ്പോൾ. പിന്നീട് ഒരു ബ്ലാസ്റ്റ് ഉണ്ടാകാനായിട്ട് ഒരു 1000 ട്രേഡിൽ ഇല്ലെ 1000 ദിവസത്തിൽ 1-2 ദിവസം മാത്രം വരുന്ന രീതിയാണത്. അതൊക്കെ നമ്മൾ ഇച്ചിരി റിസ്ക് സൂക്ഷിച്ചെടുക്കേണ്ട കാര്യമാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മൾ ഒരുമിച്ച് ട്രേഡ് ചെയ്യുന്നുണ്ട് ട്രേഡ് മാക്സ് അക്കൗണ്ട് യൂട്യൂബ് ചാനൽ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്ലിയർ ചെയ്യുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ആൻഡ് ഫോളോ ഫോർ മോർ വീഡിയോസ്. ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ചെയ്യാൻ ചെയ്യാം.